ഞാനൊരു അപ്പം കഴിക്കാനായിട്ട്. ഓ, മനുഷ്യനെ എങ്ങാട്ടെങ്കിലും നീങ്ങിക്കഴിഞ്ഞാ അപ്പ അടുക്കളയിൽ കയറി ഇങ്ങനെ കട്ടെടുത്ത് തിന്നോളണം. അല്ല, നീ രാവിലെ കഴിച്ചതല്ലേ? ഞാൻ കഴിച്ചില്ലമ്മേ, കുഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങോട്ട് പോയേക്കണേരുന്നു. നോണ പറയാൻ നിക്കരുത്. നീ രാവിലെ പാത്രമൊക്കെ എടുത്തോന്ന് അപ്പം എടുത്ത് കഴിക്കണം ഞാൻ കണ്ടതാണല്ല. ഇല്ലമ്മേ, ഞാൻ കഴിച്ചില്ല. കൊച്ചു കരഞ്ഞോണ്ട് മുറിയിലായിരുന്നു. ഇപ്പൊ വന്നാണ് വിശന്നിട്ട്. ഇപ്പഴാ ഞാൻ കഴിക്കുന്നേ. നീയേ ഇത് തിന്നാ മതി, ഒരെണ്ണം തിന്നാ മതി. കറി ഞാൻ തരാം, എന്നാലേ ശരിയാവുള്ളൂ. ഓരോ ദിവസം പോകുന്നോറേ മണ്ണം വെച്ചാണ് വന്നത്. ആൾക്കാരെന്നെ കളിയാക്കിയാണ്. ഇത് തിന്നാ മതി. അമ്മേ, ഒരപ്പം കൂടി താ അമ്മേ. ഒരെണ്ണം തിന്ന എന്റെ വിശപ്പ് മാറൂല്ലമ്മേ. അതെ, ഒരപ്പം തിന്നാ മതി. അല്ലെങ്കിൽ ഒരു മുട്ടയും കൂടി താ അമ്മ. എനിക്ക് ചാറ് മതി. നിനക്ക് എന്താഹാരം തന്നെ ഒന്ന് എനിക്കറിയാം. ഇഷ്ടത്തിന് ഓരോന്ന് തിന്ന് ഓരോ ദിവസം പോകുന്നൊരു വണ്ണം വെച്ച് തന്നെയാണ് ആൾക്കാരെടുത്ത് നോക്കാൻ പറ്റുള്ള. എല്ലാരും എന്നെ കളിയാക്കിയാണ്. ഇനി നീ വണ്ണം വെച്ചാലേ ഇതൊക്കെ മാറ്റേണ്ട ഒരു കട്ടളപ്പടിയൊക്കെ. അതുകൊണ്ടേ ഇത്ര നീ തിന്നാ മതി. ഞാൻ മുട്ടയും കൂടി കൊടുക്കാം. ഓരോ ദിവസം പോകുന്നൊരു തടി വെച്ച് വെച്ചാണോ എന്നെ നോക്ക്. അമ്മയൊരു സുന്ദരിയാണ് കേട്ടാ. പാപ്പ തിന്നാ അമ്മച്ച്. പാപ്പന്നില്ലേ? വേഗം തിന്നട്ടാ. അണ്ട് കുറച്ചേരൊക്കെ കിടന്നുറങ്ങോട്ടാ. ചോറുമൂതി കുറിയാണ്. അതില്ലേ വരുമ്പോ എന്ത് മിഠായി മേടിച്ചോണ്ടെന്ന് വെച്ച്? കോഴിട്ടായ. ചോറ് തിന്നോ? പാപ്പ തിന്നോ? എന്നിട്ട് ഉറങ്ങോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുമ്പോ കോഴിട്ടായി മേടിച്ചിട്ടുണ്ട് കേട്ടാ. എന്നാ ശരി, ടാറ്റാനെ. ടാറ്റാ ടാറ്റാ പോട്ടാ. ടാറ്റാ. മെടുക്കത്തി. കഴിക്കുവാവേ, കഴിക്കേ. എന്നാ കഴിച്ചേ. നോക്കിയേ, കൊച്ചു കഴിക്കണില്ലല്ല. എടി പെണ്ണെ, നീ കഴിച്ചേ. എന്നാ കുറച്ച് ചോറ് കഴിക്കേ.